എല്ലാവർക്കും വന്ദനം. മെയ് മാസത്തിൻ്റെ പകുതിയിലേക്ക് നമ്മൾ വന്നല്ലോ. യേശുവിൻ്റെ നാമം ഉയരുവാൻ ദൈവം തുറന്നു തന്ന ഒരു പുതിയ അനുഗ്രഹിക്കപ്പെട്ട മാസമായി എത്ര പേര് ഈ മാസത്തെ കാണുന്നു? കഴിഞ്ഞ ദിവസം ഇൻഡോറിൽ നിന്ന് സിസ്റ്റർ ആൻസി ഒരു നല്ല വാർത്ത അയച്ചു. ഈ മാസം വഴികൾ തുറക്കുന്ന മാസമാണെന്ന് ജീസസ് എവരിഡേയിൽ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് മകൾക്ക് വിദേശത്ത് നല്ല ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു. ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള, യൂറോപ്പിലൊക്കെ ജോലി ലഭിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടിൻ്റെ സമയമാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു. എവിടെ പോയാലും റിജക്ഷൻ മാത്രം ഉള്ള സമയത്ത് ഈ പെൺകുട്ടിക്ക് വേണ്ടി കർത്താവ് ചെയ്തത്, അവൾ ചർച്ചിലെ കൊയറിലുള്ള പെൺകുട്ടിയാണ്. അതായിരുന്നു അവൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നത്. അവൾ യേശുവിനെ പാടി, യേശുവിനെ സ്തുതിച്ചു, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി അവൾ എഴുന്നേറ്റ് നിന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വേഗം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ച് ഇറങ്ങിയ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടത്തില്ല. എന്നാൽ കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഇതുപോലെയുള്ള അനേക അത്ഭുതങ്ങൾ ഈ മാസം ഇന്നു മുതൽ നടക്കാൻ പോവുകയാണ്. ഈ മാസം തീരുന്നതിനുള്ളിൽ വലുത് സഫലമായ വാതിലുകൾ തുറക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നിങ്ങൾ അതിശയിക്കും. യേശു ജീവനോടെ ഉണ്ട് എന്നുള്ളത് കല്ലറയ്ക്കകത്ത് കയറിയ ശിഷ്യന്മാർ പറഞ്ഞു. ശിഷ്യന്മാരോടത് പറഞ്ഞത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? മരിച്ചവരുടെ ഇടയിൽപ്പെട്ടവനല്ല യേശു, അവൻ ജീവനുള്ളവനാണ്, സമൃദ്ധിയായ ജീവൻ കൊടുക്കുന്നവനാണ്, സകലത്തിനും ജീവൻ കൊടുക്കുന്നവനാണ്, ജീവൻ കൊടുത്തവനുമാണ്. സകലത്തെ ഉളവാക്കാൻ ദൈവത്തിൻ്റെ അടുക്കൽ ശില്പിയായിരുന്നവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞ യേശു, ആൽഫയും ഒമേഗയുമായ കർത്താവ്. ഇത്രയും വലിയൊരു യേശു കർത്താവിനെ, ശക്തനായ ദൈവപുത്രനെ പാടി സ്തുതിപ്പാൻ കിട്ടുന്ന ചാൻസ് മുഴുവൻ ഉപയോഗിക്കുക. അറിയാത്ത വാതിലുകളെല്ലാം തുറക്കും. കാരണം എന്താണ്? ആരും അടക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവനെന്ന് യേശു വെളിപ്പാട് പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഇതുപോലെ ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്നത് കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായൊരു ദൈവപ്രവൃത്തി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ആരാധിക്കുന്നവർക്ക് വാതിലുകൾ തുറക്കും. ചേർന്ന് പാടാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്.
is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം ഇങ്ങനെ ഓരോ ദിവസവും തുടരുകയാണ്. നമ്മൾ ഓരോ വാക്യമായിട്ട് പോരുകയാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാമത്തെ പ്രസംഗമാണ്. അതിന് ഇത്രയും വിശദീകരിക്കാനുണ്ടോ? ഉണ്ട്. കാരണം താൻ ആരായിരുന്നു? താൻ ശീമോനായിരുന്നു. എന്നാൽ യേശു ഒരു ഉറപ്പ് കൊടുത്തു, നീ പത്രോസാകും. ശീമോൻ പത്രോസായി. ഒരു പ്രതീക്ഷയില്ലാത്തവൻ വലിയ പ്രതീക്ഷകൾക്ക് ചിറക് മുളപ്പിക്കുന്നവനായി മാറി. ഏറ്റവും തകർന്നവൻ വലിയ പണിക്കാരനായി മാറി. അപ്പോൾ നമുക്ക് പത്രോസിനെ ശ്രദ്ധിച്ചേ മതിയാവും. പത്രോസ് പറഞ്ഞ ഓരോ വാക്കും തൻ്റെ വാക്കല്ല. അതാണ് തൻ്റെ വിജയം. എന്താണ്? എല്ലാം പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചെന്നാണ്. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വാ തുറക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന മലയാളമായാലും ഇംഗ്ലീഷായാലും തമിഴായാലും ഏത് ഭാഷയാണ് നിങ്ങളുടെ മാതൃഭാഷ ഏതാണോ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാകും. അത് പറയുന്നതെല്ലാം പ്രവചനമായി മാറും. കേൾക്കുന്നവർക്ക് അത് വിടുതലായി മാറും. കേൾക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി മാറും. ഞങ്ങളാരും പ്രത്യേകമായി ഈ വേദപുസ്തകം വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരല്ല. പഠിച്ചവരുണ്ട്, അവർ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നു. അവരാരാണെന്ന് വെച്ചാൽ 2-3 തലമുറയായിട്ട് ദൈവത്തെ സേവിക്കുന്ന, ശുശ്രൂഷയിലായിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാരുടെ തലമുറകൾക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല ബൈബിൾ പഠനങ്ങൾക്ക് വേണ്ടി നല്ല യൂണിവേഴ്സിറ്റിയിൽ വിദേശത്തും ഇന്ത്യയിലും കിട്ടിയിട്ടുണ്ട്. ഞാനൊരിക്കൽ ദുബായിൽ വെച്ച് ഒരു വലിയ ദൈവദാസനെ കണ്ടു. കുമ്പനാടുള്ള ഒരു പാസ്റ്ററിന്റെ മോന, 3-4 തലമുറ അവർ കർത്താവിൻ്റെ വേലയിലാണ്. ആ മോൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ വലിയ കാര്യത്തിൽ ചോദിച്ചു, എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറിയ ജോലിയാണ്. ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ, ഇസ്രായേലിൽ ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേൽ മക്കളെ ഹീബ്രു പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുമ്മനാട്ട് കിടക്കുന്ന മലയാളിയുടെ മോൻ പോയി ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഹീബ്രു പഠിപ്പിക്കണമെങ്കിൽ മലയാളി എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടല്ലേ. ഒരിക്കൽ RB ലാൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, 2 തരത്തിലുള്ള ലൈറ്റ്സ് ഉണ്ട്. ഒന്ന് ഇസ്രാലൈറ്റ്സ്, രണ്ടാമത് കേരളൈറ്റ്സ്. ഇവർ 2 പേരും എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരാണ്. ഇവർ പ്രകാശിച്ചാൽ ഭൂമി മുഴുവനും പ്രകാശം കൊണ്ട് നിറയും. യെശയ്യാവ് 60 പറയുന്നത് പോലെ മലയാളികളായ നാം എഴുന്നേറ്റ് ദൈവവചനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. എങ്ങനെയാണ്? പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നാണ്. എഴുന്നേറ്റ് പ്രകാശിക്കണം. യേശു നമ്മിൽ ഉദിച്ചിരിക്കുകയാണ്. തേജസ്, ദൈവകൃപ നമ്മുടെ മേലുണ്ട്. അഭിഷേകം നമുക്കുണ്ട്.
അതുകൊണ്ട് എവിടെയും നമ്മൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ആര്? 30-ാം വാക്യത്തിൽ, എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് ആണിത് പ്രസ്താവിച്ചത്. ദ്രവത്വം കണ്ടില്ല, പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, ഉറപ്പാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നും ഒരു രാജാവ് ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇടക്ക് വെച്ച് ശലോമോന്റെ കാലത്തോടുകൂടി അതിനൊക്കെ ഒരു ഇളക്കം തട്ടി. ശലോമോൻ തെറ്റായ വഴിയിലൂടെ പോയപ്പോൾ ഇസ്രായേൽ തന്നെ രണ്ടായിട്ട് മാറി. 2 ഗോത്രവും 10 ഗോത്രം. ഇസ്രായേൽ ഒരു ഗ്രൂപ്പ്, യഹൂദ ഗോത്രം. ഇങ്ങനെ ദാവീദ് 2 ഗോത്രമായിട്ട് മാറി, ബാക്കി ഇസ്രായേലായിട്ട് നിന്നു. പിന്നീട് നമ്മൾ കാണുന്നു രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ മുഴുവൻ അടിയും വഴക്കും, ഇവർ തമ്മിൽ തല്ലി ചാകുകയാണ്. ദാവീദിന്റെ കാലത്ത് ഒരുമിച്ച് നിന്ന മനോഹരമായ സമയത്ത് ദൈവം ദാവീദിനോട് പറഞ്ഞു, ഈ സിംഹാസനത്തിൽ എന്നും ഒരു രാജാവ് ഉണ്ടാകും. എന്നാൽ അത് നടന്നില്ല. പിന്നത്തേതിൽ നോക്കുമ്പോൾ അനേകർക്ക് ദുഃഖമാണ്. ഇസ്രായേൽ തന്നെ പറയുകയാണ്, ദാവീദിനോട് പറഞ്ഞതാണല്ലോ, ഞങ്ങളുടെ പൂർവ്വ പിതാവിനോട് പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്നാൽ അതിന് മറുപടിയായിട്ട് ദൈവം അയച്ചതാണ് യേശുവിനെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതന്റെ ശക്തി നിന്നിൽ നിഴലിട്ടിരിക്കുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ദാവീദിന്റെ ഭരണം തന്നെ അവസാനിച്ച് ജോസഫ്, യേശുവിന്റെ പിതാവായ ജോസഫ് ആശാരിപ്പണിക്കാരനാണ്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്. ഇപ്പോൾ സിംഹാസനം പണിയുന്നവനായിട്ട് മാറി, വെറുമൊരു പണിക്കാരനായി മാറി. എന്നാൽ അതേ ഭവനത്തിൽ യേശു വന്ന് പിറന്നു. വാക്കു പറഞ്ഞാൽ പാലിക്കുവാൻ യേശു മതിയായവനാണ്. ദൈവം പറഞ്ഞു, നിന്റെ സിംഹാസനത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, ദാവീദിനോട് പറഞ്ഞെങ്കിൽ ദൈവം അത് മാറ്റുകയില്ല. ഇന്ന് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളെക്കുറിച്ച് ദൈവം എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ദൈവം അത് നിവർത്തിച്ചു കഴിയും. മാത്രമല്ല, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. അതുകൊണ്ടാണ് യെശയ്യാവ് 42 പറയുന്നു, പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഇപ്പോൾ ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ പ്രസ്താവിക്കുന്നു. ദൈവവചനം മുഴുവനും ആദ്യം പറയും, പിന്നെ നിവർത്തിക്കും. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. എന്താണ്? പ്രവാചകന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാർ നിവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകന്മാർ പറഞ്ഞത്, ദാവീദ് ഒരു പ്രവാചകനാണ്, പ്രവാചകന്മാർ പറഞ്ഞത്, യോവേൽ പറഞ്ഞത്, യെശയ്യാവ് പറഞ്ഞത്, യിരെമ്യാവ് പറഞ്ഞത്, അതിനെ നിരത്തുകയാണ്, തെളിയിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ ജോലി നിവർത്തിക്കലും, പ്രവാചകന്മാരുടെ ജോലി വിളിച്ചു പറയലും. പറഞ്ഞാൽ നിവർത്തിയാക്കും. 2 അടിസ്ഥാനത്തിന്മേലാണ് ദൈവരാജ്യം പണിതു വച്ചിരിക്കുന്നത്: പറയുക, പ്രവർത്തിക്കുക. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യും, എന്നിട്ട് വിളിച്ചു പറയും. എന്നാൽ ദൈവം അങ്ങനെയല്ല, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് പറയും, എന്നിട്ട് നിവർത്തിക്കും. അതുകൊണ്ടാണ് നാം ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്?
ദൈവം ആദ്യം ഇത് വിളിച്ചു പറയുന്നത്, പിശാചിനെ എതിർക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എതിർത്തോട്ടെ. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുന്ന പിശാച് അവൻ കേൾക്കട്ടെ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ പിശാച് നീ എത്ര പദ്ധതികൾ ഇട്ടാലും അത് ഞാൻ നിവർത്തിക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞു. അതിനെ തടയുവാൻ പിശാച് എല്ലാ തടസ്സങ്ങളും ഇട്ടു നോക്കി. എന്നാൽ പൊളിഞ്ഞുപോയി. എല്ലാ പരിപാടിയും പൊളിഞ്ഞുപോയി. അവൻ പോലും അറിഞ്ഞില്ല അവൻ തന്നെയാണ് ഈ പരിപാടിക്ക് കൂട്ടുനിന്നത്. യേശുവിനെ ക്രൂശിൽ കയറ്റാൻ സാത്താൻ ഹെരോദാവിൽ കടന്നു, സാത്താൻ യൂദായിൽ കടന്നു, സാത്താൻ മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചു, നിയമത്തെ ഉപയോഗിച്ചു. അപ്പോൾ യേശുവിനെ ക്രൂശിക്ക എന്ന് ഉറക്കെ നിലവിളിച്ചു, ബറാബാസിനെ വിട്ടുതരിക എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഈ പുരുഷാരം ഒറ്റക്കെട്ടായി നിന്നത് ഈ പിശാചുക്കളെല്ലാം കൂടി ഈ മനുഷ്യരുടെ മേൽ കയറി മനുഷ്യരെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ്. ആ സമയത്ത് അവർക്ക് പരിസരബോധം പോലും ഉണ്ടായില്ല. അവരെ സൗഖ്യമാക്കിയ, അവരുടെ ബന്ധനങ്ങൾ അഴിച്ച, 5 അപ്പവും 2 മീനും ഒക്കെ തിന്ന കാലങ്ങളെല്ലാം മറന്നുപോയി. എന്നിട്ട് ഇവർ വിളിച്ചു പറയുകയാണ്, ഇതുപോലെയാണ് നമ്മൾ സഹായിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ കൈത്താങ്ങൽ കൊടുത്തവരും എല്ലാം ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം മറന്ന് നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. എന്തോരം സഹായിച്ചതാണ്, എന്തോരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? അത് സംഭവിക്കണം. ദാവീദിനെ കല്ലും മണ്ണും വാരിയെറിയുന്ന ഒരു ശിമയെ നമ്മൾ കാണുന്നു. ദാവീദിന്റെ മകനിൽ നിന്ന്, അബ്ശാലോമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദാവീദിനെ കല്ലും മണ്ണും വാരിയെറിയുമ്പോൾ ദാവീദിന്റെ സേനാ നായകനായ അബിശായി പറയുന്നുണ്ട്, യജമാനനെ ഇവനെ വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, സെരൂയ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഇതിപ്പോൾ അവന്റെ സമയമാണ്. അവൻ ശപിക്കട്ടെ. ദൈവം അനുവദിച്ചിട്ടല്ലേ അവൻ ശപിക്കുന്നത്. എന്നാൽ എൻ്റെ സങ്കടം പോക്കിയ ദൈവം ഈ ശാപത്തിന് പകരം അനുഗ്രഹം വരുത്തും. ദാവീദിനറിയാം, ഇന്ന് ഞാൻ കണ്ണുനീരോടെ കല്ലും മണ്ണും എൻ്റെ മേൽ പലരും വാരി എറിയുന്ന അവസ്ഥയിലൂടെ പോകുന്നു. ഞാനിന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു. എനിക്കുണ്ടായതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇറങ്ങി ഓടുന്നു. എന്നാൽ എനിക്കൊരു തിരിച്ചുവരവിൻ്റെ കാലമുണ്ട്. കരയാനൊരു കാലമെങ്കിൽ ചിരിക്കാൻ എനിക്കും ഒരു കാലമുണ്ട്. ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം എനിക്കുണ്ട്. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ദാവീദ്. ദാവീദ് വലിയൊരു പ്രവാചകനായിരുന്നു. അവൻ ഉറപ്പാണ് ദൈവം മടങ്ങി വരുവാൻ അനുവദിക്കുന്ന ദൈവമാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ദൈവവചനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവത്തിൻ്റെ കൂടെ നിന്നാ മതി. ആരെല്ലാം കല്ലും മണ്ണും വാരിയെറിയട്ടെ, ആരെല്ലാം കൊല്ലാൻ നോക്കട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒരുപക്ഷെ എതിർപ്പുകളും വേദനകളും സങ്കടങ്ങളും വരും. അവിടെ ഒന്നും തളർന്നു പോകരുത്. എല്ലാം കർത്താവ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹമാക്കും. ദൈവം പറയും, അവൻ നിവർത്തിക്കും. ദൈവം എന്തിനാ വിളിച്ചു പറയുന്നത്? പരസ്യമായിട്ട് എതിർക്കാൻ കഴിയുന്ന അത്രയും പിശാച് എതിർക്കണം, തടയാൻ കഴിയുന്ന അത്രയും തടയണം. എന്നിട്ട് വേണം ദൈവം അത് നിവർത്തിക്കാൻ. അതുകൊണ്ട് നമ്മൾ, അയ്യോ, ചിലരെ വീട്ടിൽ പറയും, ഇന്ന് ചിരിക്കണ്ട, ചിരിച്ചാൽ ചിലപ്പോൾ കരച്ചിൽ വരും. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ കാരണന്മാർ പറയും, പ്രായമുള്ള അമ്മച്ചിമാർ പറയും, ചിരിക്കല്ലേ, കരയാൻ സാധ്യതയുണ്ട്. അപ്പച്ചന്മാർ പൊതുവെ പറയില്ല കേട്ടോ, ഈ അമ്മച്ചിമാരെ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്തിനാണ് ഇത്രയും ചിരിക്കുന്നത്? എന്തോ കരച്ചിൽ വരുന്നുണ്ട്. ഈ വീട്ടിൽ ഇത്രയും ചിരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു കാലം. എന്നാൽ നമ്മുടെ എല്ലാ വിലാപങ്ങളെയും നൃത്തമാക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഒത്തിരി സന്തോഷിക്കാൻ പാടില്ല. വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് വളരെയധികം സന്തോഷിക്കണം. കാരണം ബൈബിളിൽ
ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് ഉവ്വ് എന്നാണ്. അതിന് നമ്മൾ ഉറക്കെ ആമേൻ ആമേൻ എന്ന് പറയണം. എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറും. നിങ്ങൾ ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രവചനങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ പ്രവചനമായിരിക്കും, അത് നിങ്ങൾ എടുക്കണം. കോരശിന്റെ വലം കൈക്ക് ദൈവം പിടിച്ചിരിക്കുന്നു. യെശയ്യാവ് 45. വാതിലുകൾ തുറന്നിരിക്കേണ്ടതിനും കഥകൾ അടയാതിരിക്കേണ്ടതിനും അവനെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എടുക്കണം. ഇത് എന്നോടുകൂടിയാണ്. ഇത് കോരശിന് വേണ്ടി മാത്രമുള്ളതല്ല. കോരശിന് വേണ്ടി മാത്രമാണെങ്കിൽ കോരശിന് ഒരു കത്ത് എഴുതി അയച്ചാൽ മതിയായിരുന്നു യെശയ്യാവിന്. ഇത് എന്തിനാണ് എഴുതി എൻ്റെ കയ്യിൽ തന്നത്? ഇത് എനിക്കും വേണ്ടിയുള്ളതാണ്. ബൈബിളിലുള്ള 6000-ലധികം വാഗ്ദത്തങ്ങൾ എല്ലാം വായിച്ച്, ആത്മാവിൽ വായിച്ച്, അതെല്ലാം ആമേൻ ഉറക്കെ പറയണം. അടിവരയിടണം. മാർക്കർ വെച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് പറയണം. ധൈര്യമായി ഉറക്കെ പറയണം. തടയാൻ കഴിയുമെങ്കിൽ പിശാച് തടയട്ടെ. എതിർക്കാൻ കഴിയുമെങ്കിൽ പിശാച് എതിർക്കട്ടെ. എങ്കിലും തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈക്കീഴെ നീ ഇരിക്കുമെങ്കിൽ കർത്താവ് അത് സമയത്ത് നിവർത്തിക്കും. യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ നല്ല സമയം തന്നതിന് നന്ദി. അങ്ങ് പറയുകയും തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യുന്ന, തിരുനാവ് കൊണ്ട് പറഞ്ഞിട്ട് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന പരിശുദ്ധനായ പിതാവിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളോടുള്ള സകല വാഗ്ദത്തങ്ങളെയും ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ബൈബിളിൽ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങളുടേതെന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ അടിവരയിട്ട, ഞങ്ങൾ പറയുന്ന, ഞങ്ങളത് എടുത്ത് പ്രസംഗിക്കുന്ന എല്ലാ വാക്യങ്ങളും ഈ കാലഘട്ടത്തിൽ, ഈ 2025 ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിയാകുമെന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിശുദ്ധ ബൈബിളിനായി സ്തോത്രം. അതിലെ എല്ലാ അത്ഭുതങ്ങളും ഓരോ സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ അത്ഭുതങ്ങളും നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതുപോലെ സംഭവിക്കട്ടെ. ഓരോ വീടുകളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. സൗഖ്യങ്ങൾ നടക്കട്ടെ. വലിയ സമാധാനമുണ്ടാകട്ടെ. കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ. തലമുറകൾക്ക് വേണ്ടി വലുത് സഫലമായ വാതിൽ തുറക്കട്ടെ. ബിസിനസ്, ജോലി മേഖലകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഇനിയും ജോലികൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ബലം, കൃപ വീണ്ടും നമുക്ക് അനുഭവിക്കാം. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. കഴിയുന്ന അത്രയും പേര് വരണം, അനുഗ്രഹിക്കപ്പെടണം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.